പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം വീണ്ടും വഷളാവുകയാണ്. വിനോദസഞ്ചാര കേന്ദ്രത്തിൽ സമാധാനമായി എല്ലാവരും കുടുംബത്തോടൊപ്പം കഴിയവെയായിരുന്നു അപ്രത്യക്ഷ ആക്രമണം ഉണ്ടായത്. ഭീകരവാദികൾ പട്ടാള വേഷത്തിലെത്തി ഒരു പ്രകോപനവും ഇല്ലാതെ വെടിവയ്ക്കുകയായിരുന്നു. ആക്രമണത്തിൽ 26 പേരുടെ ജീവനാണ് അന്ന് നഷ്ടമായത്. അതിനുശേഷം ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തിൽ വിള്ളൽ വീഴുകയായിരുന്നു. ഇതോടെ പാകിസ്ഥാന് ആദ്യ തിരിച്ചടിയായത് സിന്ധു നദി കരാർ റദ്ദാക്കിയതാണ്. സിന്ധു നദീജല കരാർ താൽക്കാലികമായി നിർത്തിവച്ചതും ആക്രമണത്തിന് പിന്നാലെയായിരുന്നു. എന്നാൽ ഇന്ത്യയുടെ ഈ തീരുമാനം പാകിസ്ഥാന് നൽകിയത് വൻ തിരിച്ചടിയാണെന്നാണ് സൂചന. ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ചെനാബ് നദിയിലെ ജലപ്രവാഹം കുറഞ്ഞതായി വ്യക്തമാക്കുന്ന ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തുവന്നു. സിയാൽകോട്ട് പ്രദേശത്തെ മാറാല ഹെഡ്വർക്സിന്റെ ഉപഗ്രഹ ചിത്രങ്ങൾ കേണൽ വിനായക് ഭട്ടാണ് എക്സിൽ പങ്കുവച്ചത്. കരാർ റദ്ദാക്കിയ ആദ്യ ദിവസങ്ങളിൽ തന്നെ പാകിസ്ഥാനിൽ കടുത്ത വരൾച്ചയെന്ന് കാണിക്കുന്ന ചിത്രങ്ങളാണ് പുറത്തുവന്നത്. പഹൽഗാം ആക്രമണത്തിന്റെ തലേന്ന് ഏപ്രിൽ 21-ന് എടുത്ത ചിത്രങ്ങൾ, കരാർ റദ്ദാക്കലിനു ശേഷം ഏപ്രിൽ 26-ന് എടുത്ത ചിത്രങ്ങൾ, ഇവയൊക്കെ വെച്ച് താരതമ്യം ചെയ്താൽ വരൾച്ചയുടെ ആഴം ബോധ്യമാകുമെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഇതോടെ അവിടുത്തെ കർഷകരും വെള്ളം കിട്ടാതെ ഇപ്പോൾ വലയുകയാണ്. വിത്ത് പാകാൻ പോലും വെള്ളമില്ലെന്നും നേരിടുന്നത് വലിയ തിരിച്ചടിയെന്നുമാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. വെള്ളമാണ് ഞങ്ങളുടെ ജീവൻ, ഞങ്ങൾക്ക് അതിൽ വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ലെന്നാണ് പലരുടെയും പ്രതികരണം. ഇതോടെ പ്രതിഷേധം ശക്തമായിരിക്കുകയാണ്. ഇരു രാജ്യങ്ങളുടെ പോരിനിടയിൽ സാധാരണക്കാരാണ് പെട്ടുപോകുന്നതെന്ന് ഇതിൽ നിന്ന് വ്യക്തമായിരിക്കുകയാണ്. കരാർ റദ്ദാക്കിയതിന് പിന്നാലെ സിന്ധു നദിയിൽ നിന്നുള്ള ജലവിതരണവും അതിന്റെ വിതരണക്കാരായ ചെനാബ്, രവി, ബിയാസ്, സത്ലജ് എന്നിവയിൽ നിന്നുമുള്ള ജലവിതരണവും നിർത്തലാക്കിയിരിക്കുകയാണ്. ഈ നദികളാണ് പാകിസ്ഥാനിൽ ജലവിതരണം നടപ്പിലാക്കുന്നത്. കരാറിൽ നിന്ന് ഇന്ത്യ പിന്മാറിയതോടെ പാകിസ്ഥാനിലെ ദശലക്ഷക്കണക്കിന് ആളുകളെയാകും ഇത് ബാധിക്കുക. 65 വർഷം പഴക്കമുള്ള കരാറാണ് ഇന്ത്യ റദ്ദാക്കിയിരിക്കുന്നത്. 1960 സെപ്റ്റംബർ 19-നാണ് സിന്ധു നദീജല ഉടമ്പടി ഒപ്പുവച്ചത്. ലോകബാങ്കിന്റെ മധ്യസ്ഥതയിലാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഈ കരാർ ഒപ്പിട്ടത്. കറാച്ചിയിൽ വച്ച് മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും അന്നത്തെ പാകിസ്ഥാൻ പ്രസിഡന്റ് അയൂബ് ഖാനുമാണ് കരാറിൽ ഒപ്പുവച്ചത്. കരാറിന്റെ നിബന്ധനകൾ പ്രകാരം കിഴക്കൻ നദികളായ സത്ലജ്, രവി, ബിയാസ് എന്നിവ ഇന്ത്യയ്ക്കും പടിഞ്ഞാറൻ നദികളായ സിന്ധു, ഝലം, ചെനാബ് എന്നിവ പാകിസ്ഥാനും വീതിച്ചു നൽകിയിരുന്നു. കരാർ പ്രകാരം സിന്ധു നദീ വ്യവസ്ഥയുടെ മൊത്തം ജലത്തിന്റെ 20% ഇന്ത്യയ്ക്കും 80% പാകിസ്ഥാനുമാണ്. സിന്ധു നദി, അതിന്റെ പോഷക നദികൾ എന്നിവയിലെ ജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സുപ്രധാന ഉടമ്പടിയാണ് സിന്ധു നദീജല കരാർ. 1960 സെപ്റ്റംബർ 19-ന് ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പാക് പ്രസിഡന്റ് അയൂബ് ഖാനും കറാച്ചിയിൽ വച്ച് ഒപ്പുവച്ച ഉടമ്പടി പ്രകാരം ബിയാസ്, രവി, സത്ലജ് എന്നിവയുടെ ജലത്തിന്റെ പൂർണ്ണ നിയന്ത്രണം ഇന്ത്യയ്ക്കും സിന്ധു, ചെനാബ്, ജലം എന്നിവയിലെ ജലത്തിന്റെ നിയന്ത്രണം പാകിസ്ഥാനുമാണ്. ഇത് പ്രകാരം സിന്ധു നദീജല സംവിധാനത്തിലെ മൊത്തം ജലത്തിന്റെ ഏകദേശം 20% ഇന്ത്യയ്ക്കും ബാക്കി 80% പാകിസ്ഥാനും ഉപയോഗിക്കാൻ കഴിയും. ഇന്ത്യയിൽ ഉത്ഭവിച്ച പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന സിന്ധു നദിയിലെ ജലത്തിന്റെ ഉപയോഗത്തിൽ വലിയ വിട്ടുവീഴ്ചയാണ് ഇന്ത്യ കരാർ പ്രകാരം ചെയ്തിരുന്നത്. അതാണിപ്പോൾ നിർത്തലാക്കുന്നത്.